പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വന്ദനം വീണ്ടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രാജസ്ഥാനിലുള്ള പ്രതാപഗഡ് എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയ ചില നുറുങ്ങു കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഇടയായി. ഇന്ന് നമ്മൾ അവിടെ വെച്ച് തന്നെ തുടങ്ങുന്ന ഒരു യാത്രയുടെ തുടക്കവും തുടർന്ന് ഉള്ള യാത്രയിലുള്ള ചില ദൃശ്യങ്ങളുമാണ് നിങ്ങളെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ പ്രതാപഗഡിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു കല്യാണാവശ്യത്തിന് വേണ്ടി പോകുന്ന യാത്രയാണ്. എൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങൾ ബന്ധക്കാര് കുറച്ച് പ്രിയപ്പെട്ടവരൊക്കെ ചേർന്ന് ഉള്ള യാത്രയാണ്. അവർ തന്നെ സ്കൂളിൻ്റെ ബസ്സിൽ ആണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100-200 കിലോമീറ്റർ ദൂരെ ഉദയപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. യാത്ര അതിമനോഹരമാണ്. വഴിയിലെല്ലാം ഒത്തിരി കാഴ്ചകൾ കാണിക്കുന്നുണ്ട്. ചില കൊട്ടാരങ്ങളൊക്കെ അതിൻ്റെ വഴിയിലുണ്ട്. അത് പോയി കാണാൻ നമുക്കിങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോകുന്നതിന് സാധിക്കില്ല. പിന്നീട് എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാനത് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത്. പെട്രോൾ പമ്പിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സഹോദരങ്ങളാണ്, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ദൃശ്യങ്ങൾ വളരെ മനോഹരമായ കാഴ്ചകളാണ്. കാരണം വഴികളൊക്കെ റോഡുകളൊക്കെ രസമാണ്. നമ്മൾ കേരളം പോലെ അത്ര മനോഹരമല്ല. കേരളം പോലെ അത്ര മനോഹരമല്ലെന്ന് പറയാൻ കാരണം റോഡുകളൊക്കെ അത്ര ഭംഗിയുണ്ടല്ലോ. കേരളം അതിമനോഹരമായ റോഡുകളും ഒക്കെയുള്ളൊരു സംസ്ഥാനമാണല്ലോ കേരളം. അത് നമ്മൾ അഭിമാനിക്കണം. അവിടെ റോഡുകളൊക്കെ പലതും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. എങ്കിലും നാഷണൽ ഹൈവേ മികച്ചതാണ്. അത് വളരെ ഭംഗിയായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് ഇടവഴികളൊക്കെ പലപ്പോഴും പുറകൾ നിറഞ്ഞ വഴികളാണ്. ഇത് അവിടുത്തെ ഒരു ചെടിയാണ്. നമ്മുടെ നാട്ടിലുള്ള ചെടി തന്നെയാണ്, പക്ഷേ അവിടെ വളരെ മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാഴ്ചയാണ്. ഓരോരുത്തർ ഓരോ തിരക്കുകളിലാണ്. ചിലപ്പോൾ ഫോണിലും വാട്സപ്പ് കോളും വോയിസും കേൾക്കുന്ന തിരക്കുകൾ. ഇത് ഞങ്ങളൊരു ഇറക്കം, ഒരു മല ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ വളവുകളാണ്, എങ്കിലും അപകടം നിറഞ്ഞ വളവുകളല്ല, സ്വാഭാവികമായിട്ട് വളവുകൾ കാണാൻ സാധിക്കും. ഇത് ഇവിടുത്തെ വടക്കേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഭൂപ്രദേശത്ത് ഒരുമിച്ച് ആൾ താമസിക്കുകയും മറ്റ് സ്ഥലങ്ങളെല്ലാം കൃഷിയിടങ്ങളായി അവർ നിലനിർത്തുകയും ഇവിടെ നിന്ന് പോയി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ്. കേരളത്തിലെ പോലെയല്ല. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് കേരളം മുഴുവൻ താമസിക്കുകയാണ്. എന്നാൽ അവിടെ അങ്ങനെയല്ല. അവിടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് ആളുകൾ താമസിക്കുന്നു. അവിടെ കൃഷി സ്ഥലങ്ങൾ ദൂരെയാണ്, ദൂരേക്ക് പോയി കൃഷി ചെയ്യും. ഇങ്ങനെയാണ് കാഴ്ചകൾ. ഇന്നത്തെ സ്കൂൾ കുട്ടികളാണ്. അവിടുത്തെ യൂണിഫോം ഒക്കെ കാണാൻ സാധിക്കുന്നു. അവിടുത്തെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് തോന്നി. വഴി സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകളാണ്, ചെറിയ ചെറിയ ബിൽഡിങ്ങും ഇതൊരു കാറ്റാടി യന്ത്രമാണ്. ഇതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അവിടുത്തെ വൈദ്യുതി ബോർഡ് വീടുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഈ റോഡ് നോക്കി എന്ത് ദുർഘടം പിടിച്ച വഴിയാണെന്ന് നോക്കി. ചെറിയ വഴിയായി, പക്ഷേ വലിയ ഒത്തിരി വാഹനങ്ങൾ യാത്ര പോകുന്ന ഒരു വഴിയാണെങ്കിൽ തന്നെ വളരെ ഗട്ടറുകൾ തെളിഞ്ഞ വഴിയാണ്. ഇതവിടെ അടുത്തൊരു ഡാമുണ്ട്. ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പൈപ്പുകളാണ്, വലിയ പൈപ്പുകളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം 2-3 ദിവസമായിട്ട് മേഘാവൃതമായ അന്തരീക്ഷം, മഴ, ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ മഴ പോലുള്ള ഭയങ്കരമായ മഴകളും പേമാരിയൊന്നുമില്ല. പക്ഷേ മഴ പെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല. അങ്ങനെ മണിക്കൂറുകൾ പെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. മഴ അവിടെ ഇല്ല, പക്ഷേ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ അസ്വസ്ഥതപ്പെടുത്തി മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്തു പോയി ഭംഗിയായിട്ട് വീഡിയോ എടുക്കാനുള്ള പ്രയാസം നേരിട്ടു. ഒത്തിരി കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഈ കാലാവസ്ഥ ഇങ്ങനെ പ്രതികൂലമായതുകൊണ്ട് ഞങ്ങൾക്ക് പലപ്പോഴും അത്തരത്തിൽ വീഡിയോകൾ പങ്കുവെക്കാനായിട്ട് സാധിച്ചില്ല. ഇതിങ്ങനെ ഞങ്ങളുടെ യാത്രയിലാണ്. രാത്രിയിലെ ഷോർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് എടുക്കാൻ സമയത്തിന് വരെയുള്ള സാധിച്ചില്ല. ഇത് അവിടുത്തെ വാഹനങ്ങൾ ആണ്. നമ്മുടെ ഇവിടെ തന്നെ ഉള്ള വാഹനം തന്നെയാണ്, പക്ഷെ അവരുടെ ആ വാഹനങ്ങളെ പരിപാലിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അതാണ് അവിടുത്തെ വാഹനങ്ങളെ അവർ പരിപാലിക്കുന്ന രീതി വ്യത്യസ്തമാണ്, മനസ്സിലാക്കാൻ സാധിക്കും. ഈ മഴയുടെ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് വീഡിയോ ക്ലിയർ ആകാത്തത്. പക്ഷേ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ആസ്വദിക്കുന്നു. ആളുകളൊക്കെ പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് മ്യൂട്ടിലാക്കിയിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കേൾക്കാൻ സാധിക്കും. ഇതൊരു
കട ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് കുറച്ച് പഴം മേടിക്കാൻ വേണ്ടി കടയിൽ കയറി പഴം മേടിക്കുന്നുണ്ട്. നോക്കിയൊക്കെയാണ്. ഇത് ജസിൻ എന്നാണ് അതിൻ്റെ പേര്. അവൻ നമ്മുടെ കസിൻ ബ്രദറാണ്. ഇതവിടുത്തെ സ്ലീപ്പർ കോച്ച് ബസ്സാണ്. നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ സ്ലീപ്പർ കോച്ച്. പച്ചക്കറി കട തന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും, പഴമൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ പശുക്കൾ ഇങ്ങനെ തെരുവീതികളിൽ കൂടി നടക്കുന്ന കാഴ്ചയാണ്. ഒരു പശുക്കളെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആരും ഉപദ്രവിക്കുന്ന കണ്ടിട്ടില്ല. ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ വണ്ടി കിടക്കത്തേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് കയറി വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അവിടെ ഒരു 5 സെക്കൻഡ് സമയം നിർത്തി വീണ്ടും ഞങ്ങൾ യാത്രയിലാണ്. ഇങ്ങനെ മനോഹരമായ മണിക്കൂറുകൾ കഴിഞ്ഞു പോകുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 4 മണിക്കൂർ. പ്രതാപത്തിൽ നിന്ന് ഉദയപൂരിന് പോകാൻ 4 മണിക്കൂറാണ്. 4 മണിക്കൂർ കൊണ്ട് അവിടെ ചെന്നെത്താൻ കഴിയും. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കുടിലുകളാണ് കേട്ടോ. ഒത്തിരി ആളുകൾ, വീടില്ലാത്ത ഒത്തിരി ആളുകൾ ചെറിയ കുടിൽ താമസിക്കാറുള്ളൂ. കുടിലെന്ന് പറഞ്ഞാൽ ഒരു സംഘം ആളുകൾ ഒരുമിച്ച് താമസിക്കാം. വലിയ ഫാമിലിയാണ് അവർ ഒരുമിച്ച് താമസിക്കുന്നത്. ചെറിയ കുടിൽ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. അവിടെ ബാത്റൂം ഇല്ല. അങ്ങനെയൊക്കെയുള്ള ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യങ്ങൾ അവിടെ കാണാനില്ല. ഇതൊരു മുനിസിപ്പാലിറ്റി ഏരിയ ആണ്. മുനിസിപ്പാലിറ്റി ഏരിയ ആയിട്ട് പോലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ ഗ്രാമത്തിൻ്റെ കാര്യം പറയാനുണ്ടോ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ കടകളാണ്. വലിയുള്ള കടകളാണ്. കടകൾ ഈ രീതിയിലാണ് അവർ കാണുന്നത്. ദരിദ്രരായ ആളുകളൊക്കെയാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. എന്നാൽ പട്ടണങ്ങളിൽ വലിയ വലിയ ധനാഢ്യരും നല്ല വീടുകളൊക്കെ വെച്ച് മനോഹരമാക്കി താമസിക്കുന്ന ഉണ്ട് കേട്ടോ. ഈ യാത്ര എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിയ തിരക്കില്ലാത്തൊരു വഴിയാണ്. വനത്തിനകത്തോടെയാണ് പോകുന്നത്. ഇപ്പൊ വനം തുടങ്ങിയിട്ടില്ല. കുറച്ച് ദൂരത്തിലും വനം കാണാനായിട്ട് കഴിയും. വനത്തിന്റെ ആച്ചയിലുള്ള യാത്ര. ഇത് ഒരു സംസ്ഥാന പാതയാണെങ്കിൽ തന്നെ ഇത് വളരെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് പോകുന്നത്. ഒരു ബസ് അങ്ങോട്ട് പോയാൽ ഓപ്പോസിറ്റ് വരുന്ന ബസ് അവിടെ പോകാൻ സൈഡ് കൊടുക്കാൻ കഴിയത്തില്ല. അത് നിർത്തിയിട്ടൊക്കെ ആയിരിക്കും സൈഡ്. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. പക്ഷെ കാണാൻ വരുന്നവർക്ക് കാഴ്ച മനോഹരമാണ്. ആളുകളൊക്കെ വളരെ കഷ്ടപ്പെടുന്ന ആളുകളാണ്. അത് പണിയും കാര്യങ്ങളും ചെയ്യുന്നത്. കൃഷിപ്പണിയൊക്കെയാണ് ചെയ്യുന്ന ആൾക്കാർ. കൃഷിപ്പണി ചെയ്യും. ബ്ലോക്ക് ആയതുണ്ട്. ഒരു വണ്ടി വന്നപ്പോൾ ബ്ലോക്കായി. നമ്മുടെ ബസ്സാണല്ലോ, ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബസ് വന്നപ്പോൾ ബ്ലോക്കായി. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ എത്തിക്കൊണ്ട് പോവാണ്. ഇവിടുത്തെ കല്യാണമൊക്കെ വിചിത്രമാണ് കേട്ടോ. കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലല്ല. അവിടുത്തെ കല്യാണം 3-4 ദിവസമൊക്കെ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഇത് തന്നെ കല്യാണം നാളെ കഴിഞ്ഞാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് പോയി അവിടെ ഒരുമിച്ച് ഒരു വലിയ ലോഡ്ജ് വാടക എടുക്കുന്നു. വലിയ റെസ്റ്റ് റൂമുകളുണ്ട്. അത് വാടക എടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. വേഷം ചെയ്യുന്നു. ചെറുക്കനും പെണ്ണൊക്കെ കല്യാണത്തിന് മുൻപ്, എൻഗേജ്മെന്റിന് ശേഷം, കല്യാണത്തിന് മുമ്പ് കാണാനും സംസാരിക്കാനും പേരൻസ് ഒരുമിച്ച് കേട്ടോ, അല്ലാതല്ല, സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരുമിച്ചുള്ള കൂട്ടായ്മയാണ്. അപ്പം കല്യാണം വളരെ ആഘോഷമാണ്. കല്യാണം രാത്രിയിലാണ് നടക്കുന്നത്. ഞങ്ങളുടെ കല്യാണം 4 മണിക്ക് ആരംഭിക്കും. 4 മണിക്ക് ആരംഭിച്ച് പിന്നെ പ്രധാന ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ ശേഷം കല്യാണത്തിൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഫ്രീ ആണ്. പിന്നെ രാത്രി ഭക്ഷണവും പാട്ടും മേളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയും. ഒത്തിരി രാത്രിയായി കഴിഞ്ഞേ ആളുകൾ പോകത്തുള്ളൂ. പിന്നെ മലയാളികളുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണുമായിട്ട് വരും. അതാണ്. ഇവിടുത്തുകാരുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടുത്തുകാർ കല്യാണം ഏകദേശം ഈ രീതിയിലൊക്കെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെയുള്ള കല്യാണങ്ങളാണ്. ഇത് നമ്മൾ നാഷണൽ ഹൈവേയിലോട്ട് കയറി. ഇനിയിപ്പം ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ്. കാരണം ഈ മഴയുള്ളത് കൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ നാളെ നിങ്ങളെ ഉദയപൂർ ടൗൺ അല്പം ചുറ്റി നടന്ന് കാണിക്കാൻ ആഗ്രഹമുണ്ട്. സാരിയൊക്കെ ആണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് സമയം എന്നെ ശ്രദ്ധിച്ചല്ലോ, നന്ദി അറിയിക്കുന്നു. വീണ്ടും ഈ ചാനൽ ഓപ്പൺ ആക്കുകയും ഞങ്ങളുടെ വീഡിയോ ശ്രദ്ധിക്കുകയും ചെയ്യണം.
ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തണം. അത് സബ്സ്ക്രൈബ് കൂടുമ്പം പ്രയോജനമാണെന്നുള്ളത് എല്ലാവർക്കും യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദയവായി നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ദൈവം സർവേശ്വരൻ സകലരെയും അനുഗ്രഹിക്കട്ടെ. ചെറിയ യാത്രകൾ, ചെറിയ ചെറിയ സംഭവങ്ങൾ, നമുക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷത്തെ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വേറെ ആരും നമുക്കൊരു സന്തോഷം ഉണ്ടാക്കി തരില്ല, നമ്മളെ സ്വന്തം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. ഇത് കല്യാണ വീട്ടിലെ റൊട്ടി ഉണ്ടാക്കുന്ന സംവിധാനമാണ്. റൊട്ടി ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം അത് വീണ്ടും ചുട്ടെടുക്കുകയാണ്.